ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി സർക്കാരിനെ കടന്നാക്രമിച്ച് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. വിശ്വാസികളെ വഞ്ചിച്ച സർക്കാരിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഭഗവാന്റെ സ്വർണം കവർന്നവർക്ക് കുട പിടിക്കുന്ന ഈ സർക്കാർ കേരളത്തിന് നാണക്കേടാണ്. ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാൻ മുൻകൈ എടുത്തവർ തന്നെ ഇപ്പോൾ അവിടുത്തെ സ്വർണം മോഷ്ടിക്കാനും കൂട്ടുനിൽക്കുന്നു എന്ന ഗൗരവകരമായ കാര്യമാണത്. ദേവസ്വം മന്ത്രി ഈ കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉടൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സർക്കാർ എത്ര മറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ നോക്കിയാൽ അത് നടപ്പില്ലെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിക്കുന്നുണ്ട്. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ സർക്കാരിന് ജനകീയ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ ഞങ്ങൾ കണ്ടത്. ജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ഒരു ബഹുമാനമോ താല്പര്യമോ കാണിക്കാത്തൊരു ഗവൺമെന്റാണ്. ഈ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സർക്കാർ തീർച്ചയായും ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കപ്പെട്ടൊരു ഗവൺമെന്റാണിത്. തുടർച്ചയായി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ പരാജയപ്പെട്ടൊരു ഗവൺമെന്റിന് യഥാർത്ഥത്തിൽ ധാർമ്മികമായി അധികാരത്തിലിരിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്തൊരു ഗവൺമെന്റാണ്. ഇതൊരു കെയർ ടേക്കർ ഗവൺമെന്റ് മാത്രമാണ്. എന്നാലും ഈ ഗവൺമെന്റ് PR കോടികൾ ചെലവഴിച്ചുകൊണ്ട് PR ജീവിക്കുന്ന ഒരു ഗവൺമെന്റ് മാത്രമാണിത്. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ന്യായമല്ലേ? ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ പ്രതികളും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും അവസാനം പത്മകുമാർ ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരുമെന്നാണ് വാർത്ത. ഒരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. അടുത്ത കേസിൽ ജാമ്യം ലഭിക്കുമെന്നാണ് കിട്ടുന്ന വിവരം. ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലിട്ടു. കോടതി പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസുമില്ല, തെളിവുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിൽ? യഥാർത്ഥ പ്രതികളായ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ വിലസുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചോദ്യം ചെയ്യലിന് വിധേയനായി. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ അടിച്ചു മാറ്റി. അവരുടെ പേരിൽ നടപടിയില്ല. ദേവസ്വം ബോർഡ് ഇതുവരെ കണക്കുകൾ തിട്ടപ്പെടുത്തിയിട്ട് പോലുമില്ല. അപ്പോൾ നടക്കുന്ന ഈ കൊള്ളകളും സ്വർണ്ണക്കൊള്ളയും ഒരു എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് കള്ളക്കളി കളിക്കുകയാണ്. SITയുടെ മേൽ ശക്തമായ സമ്മർദ്ദമാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അവരുടെ പുറത്ത് നടത്തുന്ന സമ്മർദ്ദം കൊണ്ട് SITയുടെ പ്രവർത്തനം ഇന്ന് നിലച്ചിരിക്കുകയാണ്. SIT ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഗവൺമെന്റിന് അനുകൂലമായി മാത്രം റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു വസ്തുത ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. അയ്യപ്പ സംഗമത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് വാസവനായിരുന്നു. ഇപ്പോൾ ഈ കൊള്ള പുറത്തു വന്നപ്പോൾ വാസവൻ കൈകഴുകുകയാണ്, ബോർഡാണെന്ന് പറയുന്നു. എല്ലാവരെയും പോയി വിളിച്ചത് അദ്ദേഹമാണ്. സ്പോൺസർമാരെ കണ്ടെത്തിയത് വാസവനാണ്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം കൈകഴുകി മാറുന്നതിൻ്റെ കാരണം വൻതോതിലുള്ള വെട്ടിപ്പ് നടന്നത് കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടു.